നമസ്കാരം. പശ്ചിമ ബംഗാളിൽ 2010 ശേഷം വിതരണം ചെയ്ത മുഴുവൻ OBC സർട്ടിഫിക്കറ്റുകളും റദ്ദാക്കിയ കൽക്കട്ട ഹൈക്കോടതി വിധിക്ക് പിന്നാലെ തൃണമൂൽ സർക്കാരിനെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് 2011 മുതൽ അധികാരത്തിലിരിക്കുന്ന തൃണമൂൽ OBC സർട്ടിഫിക്കറ്റുകൾ മുസ്ലിങ്ങൾക്ക് നൽകിയത് വോട്ട് ബാങ്കിന് വേണ്ടിയാണെന്ന് മോദി ആരോപിച്ചു. വോട്ട് ബാങ്ക് രാഷ്ട്രീയം, ഈ പ്രീണന രാഷ്ട്രീയം എല്ലാ പരിധിയും കടന്നിരിക്കുന്നുവെന്നും മോദി കൂട്ടിച്ചേർത്തു. ഇന്ന് കോടതി അവരുടെ മുഖത്തടിച്ചു. ഖാൻ മാർക്കറ്റ് ഗ്യാങ്ങാണ് ഈ പാപങ്ങൾക്ക് ഉത്തരവാദികൾ. രാജ്യത്തിന്റെ വിഭവങ്ങൾക്ക് മേൽ ആദ്യ അവകാശം മുസ്ലിങ്ങൾക്കാണെന്ന് അവർ പറയുന്നുവെന്നും മോദി പറഞ്ഞു. ഡൽഹിയിലെ ദ്വാരകയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ സംസാരിക്കുകയായിരുന്നു മോദി. പ്രതിപക്ഷത്തിനെതിരെ കടുത്ത ആരോപണങ്ങളാണ് മോദി ഉന്നയിച്ചത്. വോട്ടിന് പകരമായി പ്രതിപക്ഷം സർക്കാർ ഭൂമി വഖഫ് ബോർഡുകൾക്ക് നൽകുകയാണ്. രാജ്യത്തിന്റെ ബജറ്റിൽ 15% ന്യൂനപക്ഷത്തിന് വേണ്ടി മാറ്റിവെക്കാനാണ് ഇവർ താൽപ്പര്യപ്പെടുന്നത്. ബാങ്ക് വായ്പകളും സർക്കാർ ടെൻഡറുകളും മതത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകാനാണ് ഇക്കൂട്ടർ ആഗ്രഹിക്കുന്നത്. വോട്ട് ബാങ്കിനെ പ്രീതിപ്പെടുത്താനാണ് ഇക്കൂട്ടർ CA എതിർക്കുന്നതെന്നും മോദി കൂട്ടിച്ചേർത്തു. അതേസമയം കൽക്കട്ട ഹൈക്കോടതി വിധിക്കെതിരെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും രംഗത്തെത്തി. വിധി അംഗീകരിക്കില്ലെന്നും OBC സംവരണം തുടരുമെന്നും എക്കാലവും തുടരുമെന്നും അവർ കൂട്ടിച്ചേർത്തു. വിധി പുറപ്പെടുവിച്ചവർ അത് അവരുടെ പക്കൽ തന്നെ സൂക്ഷിച്ചാൽ മതിയെന്നും BJPയുടെ അഭിപ്രായം തങ്ങൾ അംഗീകരിക്കില്ലെന്നും ദംദം ലോക്സഭാ മണ്ഡലത്തിലെ ഖാർദയിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യവേ മമത കൂട്ടിച്ചേർത്തു. 2010 മുൻപ് OBC സർട്ടിഫിക്കറ്റ് ലഭിച്ചവരുടേത് സാധുവായി തുടരും. 2010 ശേഷം OBC സംവരണത്തിലൂടെ ജോലി ലഭിച്ചവരെ നടപടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 5 ലക്ഷത്തോളം OBC സർട്ടിഫിക്കറ്റുകളാണ് റദ്ദാക്കപ്പെടുന്നത്. OBC സർട്ടിഫിക്കറ്റുകൾ ചട്ടം ലംഘിച്ചാണ് വിതരണം ചെയ്യുന്നതെന്ന് ആരോപിച്ച് സമർപ്പിച്ച ഹർജികൾ അംഗീകരിച്ചാണ് ഹൈക്കോടതി നടപടി. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് 5 ഘട്ടങ്ങൾ പിന്നിട്ടതിന് പിന്നാലെ BJPയുടെയും കോൺഗ്രസിന്റെയും താരപ്രചാരകരുടെ പ്രസംഗങ്ങൾക്കെതിരെ ശക്തമായ വിമർശനവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും രംഗത്ത് വന്നു. ഇരു പാർട്ടികളും പരസ്പരം പരാതികൾ നൽകിയിരുന്നു. മോദിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രസംഗങ്ങൾക്കെതിരെയായിരുന്നു പരാതികൾ നൽകിയത്. മോദിയും രാഹുലും ഉൾപ്പെടെയുള്ള താരപ്രചാരകരുടെ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിൽ നിയന്ത്രണം വേണമെന്നാണ് കമ്മീഷന്റെ താക്കീത്. പരസ്യപ്രചാരണത്തിനിടെ താരപ്രചാരകർ നടത്തുന്ന വിവാദ പരാമർശങ്ങൾ നിയന്ത്രിക്കണമെന്ന് അറിയിച്ചാണ് ഭരണകക്ഷിയായ BJPക്കും മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിനും കമ്മീഷൻ നോട്ടീസ് അയച്ചത്. താരപ്രചാരകർ വാക്കുകളിൽ ശ്രദ്ധാലുവാകണമെന്നും പ്രസംഗങ്ങളിൽ മര്യാദ പാലിക്കാൻ നിർദ്ദേശം നൽകണമെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നത്. ഇക്കാര്യം വ്യക്തമാക്കി താരപ്രചാരകർക്ക് രേഖാമൂലം നിർദ്ദേശം നൽകണമെന്നാണ് BJP അധ്യക്ഷൻ JP നദ്ദയോടും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയോടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മോദിയുടെയും രാഹുലിനെ പേര് പരാമർശിക്കാതെയാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. അധികാരത്തിലിരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ BJPക്ക് കൂടുതൽ ഉത്തരവാദിത്തം ഉണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നദ്ദയ്ക്ക് നൽകിയ നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പരിധിയില്ലാത്ത സ്വാതന്ത്ര്യം പ്രതിപക്ഷത്തിന് ഇല്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കോൺഗ്രസ് അധ്യക്ഷനോട് കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയത്. തിരഞ്ഞെടുപ്പുകൾ രാഷ്ട്രീയ പാർട്ടിക്ക് വിജയിക്കാൻ വേണ്ടിയുള്ള മത്സരം മാത്രമല്ലെന്നും തങ്ങളെ ഏറ്റവും നല്ല മാതൃകയായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ള അവസരം കൂടിയാണെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് പാരമ്പര്യത്തെ ദുർബലപ്പെടുത്താൻ ഇരു കക്ഷികളെയും അനുവദിക്കില്ലെന്നും നോട്ടീസിൽ പറയുന്നു.